Welcome to BSc Physics Main, Semester 6, Paper 4, first lecture. Paper 4 is Digital Electronics and Computer Science. BSc Physics Main, first lecture, Semester 6, Paper 4. And the first unit is, Paper 4, first unit is Number Systems. Paper 4, Digital Electronics and Computer Science. The first unit is Number Systems. നമ്പർ സിസ്റ്റം എന്നുള്ളതാണ് ഈ പേപ്പർ 6 BSc ഫിസിക്സ് മെയിനാണ് കേരള യൂണിവേഴ്സിറ്റി. അതിലെ പേപ്പർ 4 ഫസ്റ്റ് ചാപ്റ്ററാണ്, യൂണിറ്റാണ് നമ്പർ സിസ്റ്റംസ്. എന്താണ് നമ്പർ സിസ്റ്റംസ്? There are 4 number systems which are often used in digital systems, digital electronics. They are number 1, decimal number system base 10, binary number system base 2, octal number system base 8, and hexadecimal number system base 16. All number systems are in our syllabus. അപ്പോൾ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 4 തരത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയും. ബേസ് 10 ആണ്. ബേസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റാഡിക്സ്, RADIX. ബേസ് 10 ആയിട്ടുള്ള നമുക്കറിയാവുന്ന നമ്പർ സിസ്റ്റം, പ്രധാനമായിട്ട് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം, അതിന് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയും. ബേസിൻ്റെ ബേസ് 10 ആണ്, അതിന് കണക്കിലാണ് 1, 10, 100 എന്ന് പറയുന്ന നമ്പർ സിസ്റ്റം. പിന്നെ രണ്ടാമത്തെ ബൈനറി നമ്പർ സിസ്റ്റം. ഈ ഡിജിറ്റൽ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. അവിടെ ബേസ് 2 ആയിട്ട് പറയും. അതുപോലെ ഒക്ടാ നമ്പർ സിസ്റ്റം ഉണ്ട്, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്. ഓരോന്നും നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് നമ്പർ സിസ്റ്റംസ്? At first we study the decimal number system. Decimal number system. The base of decimal number system is 10. The base of decimal number, no means number system is 10. The base is also called radix. There are 10 digits in this system. They are 0, 1, 2, etc. 9. In this number system, for example, 1, 273 means 273 is equal to 2 into 10 raised to 2 plus 7 into 10 raised to 1 plus 3 into 10 raised to 0. അപ്പോൾ ഈ ഒന്നാമത്തെ നമ്പർ സിസ്റ്റം അത് ഡെസിമലാണ്, ബേസ് 10 ആണ്. 10 അക്കങ്ങൾ കാണും. ആ അക്കങ്ങൾ 0 മുതൽ 0, 1, 2, 3 മുതൽ 9 വരെയുള്ള 10 അക്കങ്ങളാണ്. ഈ നമ്പർ സിസ്റ്റത്തിൽ ഓരോ നമ്പർ എഴുതുമ്പോൾ അതിന് പ്രത്യേക മീനിങ്ങാണ്. ഇപ്പോൾ 273, 273 എന്നുള്ള സംഖ്യ എന്താണ് അർത്ഥം? 2 into 10 raised to 2, ആ ബേസാണ് കാണിച്ചിരിക്കുന്നത് 10, പ്ലസ് 7 into 10 raised to 1 പ്ലസ് 3 into 10 raised to 0 എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ ഈ പവർ പറയുമ്പോൾ 3 അക്കൗണ്ടെങ്കിൽ 2 തുടങ്ങണം. ആ ഫസ്റ്റ് ടൈമിൽ 2 into 10 raised to 2 എന്നാണ്. അപ്പം 3 അക്കൗണ്ട് സംഖ്യയിൽ പവറിൻ്റെ വേരിയേഷൻ ആരംഭിക്കുന്നത് 2, 1, 0 എന്നാണ്. ഇപ്പോൾ 4 അക്കൗണ്ടെങ്കിൽ നമുക്ക് 3യിൽ തുടങ്ങണം, 10 raised to 3യിൽ തുടങ്ങണം. ആ എക്സാമ്പിൾ രണ്ടാമത്തത് 4, 0, 1, 3 means 4 into 10 raised to 3 plus 0 into 10 raised to 2 plus 9 into 10 raised to 1 plus 3 into 10 raised to 0. അത് കൂട്ടി നോക്കി. 4 into 10 raised to 3 is 4000. Next is 0. 9 into 10 raised to 1 is 90. 3 into 10 raised to 0 means 3 into 1. Any number raised to 0 is 1. So the number is 4093. It is not 4013, 4093. 4093 is equal to 4 into 10 raised to 3 plus 0 into 10 raised to 2 plus 9 into 10 raised to 1 plus 3 into 10 raised to 0. The meaning is 4000 plus 0 plus 90 plus 3. That is 4093. 4093. Now a decimal number we have written a point. Third example, 4.469 is equal to 4 into 10 raised to 0 because there is only one digit, so we have to start with the 0.
plus 4 into 10 raised to minus 1 plus 6 into 10 raised to minus 2 plus 9 into 10 raised to minus 3. That we get 4 plus 0.4 plus 0.06 plus 0.009. That's the meaning. അപ്പോൾ ഇങ്ങനെ ഈ തുടർച്ചയായിട്ട് എഴുതിയാൽ മതി. ഇപ്പോൾ ഡെസിമൽ നമ്പർ ആണെങ്കിൽ ഈ ദശാംശമുള്ള സംഖ്യയാണെങ്കിൽ ആ ദശാംശം നമ്മൾ കാണിക്കണ്ട, ചുമ്മാ ഇങ്ങോട്ട് എഴുതി പോന്നാൽ മതി. 0 -1 -2 -3 അങ്ങനെ 10ന് പവർ ഉപയോഗിച്ച് നമുക്ക് എഴുതാം. അങ്ങനെ ഏത് വലിയ സംഖ്യയും ഇതേ രൂപത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ അതായത് ആദ്യ അക്കം നമ്മൾ ഫസ്റ്റ് 1 അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനം എന്ന് പറയും, അടുത്തത് 10ൻ്റെയും പിന്നെ 100ൻ്റെയും 1000ൻ്റെ ആ ഓർഡറിൽ എഴുതുന്നതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. നമുക്ക് പരിചയമുള്ള നമ്പർ സിസ്റ്റം ഇതാണ് നമ്മൾ കൗണ്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്, നമുക്കറിയാമല്ലോ. അപ്പം അതിനെക്കുറിച്ച് അത്രയേ ഉള്ളൂ. ഇനി പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ബൈനറി നമ്പർ സിസ്റ്റം, രണ്ടാമത്തെ നമ്പർ സിസ്റ്റത്തെ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയും. ഈ ബൈനറി നമ്പർ സിസ്റ്റം എന്താ പ്രത്യേകത? ഇൻ ദിസ് നമ്പർ സിസ്റ്റം ദ ബേസിസ് 2 ആൻഡ് there are only 2 digits, namely 0 and 1. For example, number 1, the binary number 1111 means that is 1111 to the base 2. ബൈനറി ആണെങ്കിലാണ് നമ്മളെ ബേസ് 2 സഫിക്സ് ആയിട്ട് താഴ്ത്തി എഴുതുന്നത്. 1111 to the base 2 is equal 1 into 2 raised to 3. 4 ഒക്കെ ഉണ്ട്, അപ്പോൾ 3യിൽ തുടങ്ങണം. 2ൻ്റെ പവർ 1 into 2 raised to 3 plus 1 into 2 raised to 2 plus 1 into 2 raised to 1 plus 1 into 2 raised to 0. That is 8 plus 4 plus 2 plus 1. 2 cubed is 8. 1 into 2 cubed is 8. 1 into 2 square is 4. 1 into 2 raised to 1 is 2. 1 into 2 raised to 0 is 1. You remember 2 raised to 0 is 1. Any number raised to 0 is 1. So 8 plus 4 plus 2 plus 1, 15. The base is 10. So the binary number 1111 to the base 2 is equal to 15 to the base 10. That is decimal number. The binary and decimal is related in this manner. 1111 to the base 2 is equal to 15 to the base 10. The first one is the binary number, the second one is a decimal number, and this shows an equivalence. Now another example. 10111 to the base 2, 5 digits. It is equal to 1 into 2 raised to 4. 5 അക്കങ്ങളാണ് ഉള്ളത്, അപ്പോൾ 4 ആരംഭിക്കണം. 1 into 2 raised to 4 plus 0 into 2 raised to 3 plus 1 into 2 raised to 2 plus 1 into 2 raised to 1 plus 1 into 2 raised to 0 is equal to 16 plus 0 plus 4 plus 2 plus 1 is equal to that value is missing. That you added, we get the answer. That is, we have to correct it as 16 plus 4 plus 2 plus 1. It is 23. 23 is the answer. You write it as 23 to the base 10. 16 plus 0 plus 4, that is 20, plus 2, 22 plus 1, 23. So the decimal number 23 is equal to 10111. Now we see another example. 1.101 to the base 2. 1.101 to the base 2. That is 1 into 2 raised to 0. Here there is a point. 1 into 2 raised to 0. 0 we start because before a point there is only one digit. Plus 1 into 2 raised to minus 1 plus 0 into 2 raised to minus 2 plus 1 into 2 raised to minus 3. That is value is equal to 1 plus half plus 0 plus 1 by 8. That is 1 plus 0.5 plus 0 plus 0.125 is equal to 1.625 to the base 10. 1.101 to the base 2 is equal to 1.625 to the base 10 in decimal. These are the examples. In this manner, you can write any number of examples. And for convenience,
You just remember the decimal equivalent of numbers from 1 to 16. For example, 0001 to the base 2 is 1 to the base 10. 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ രണ്ടിലും. ഡെസിമലിലും ബൈനറിയിലും 1 എന്ന് എഴുതി കഴിഞ്ഞാൽ രണ്ട് തുല്യമാണ്. പിന്നെ അടുത്തത് 0010 ഈസ് ഈക്വൽ ടു 2 to the base 10. അതായത് 0010 to the base 2. ഇവിടെ ഓർക്കുക, ഈ നമ്മൾ ആ ബൈനറിയിൽ ലെഫ്റ്റ് സൈഡിൽ 0 ഇടുന്നുണ്ട്, അതിന് വാല്യൂ ഇല്ല. ലെഫ്റ്റ് സൈഡിലുള്ള 0യ്ക്ക് വിലയില്ലെന്ന് അറിയാമല്ലോ, നമ്മൾ സാധാരണ സംഖ്യയിലും വിലയില്ല. അതന്നെ ഇവിടെ. പിന്നെ ഇവിടെ ഞാൻ ഈ 4 ഡിജിറ്റ് എഴുതിയിരിക്കുന്നത് നമുക്ക് ഈ 4 ഡിജിറ്റിൻ്റെ രീതിയിൽ ഒരു 16 വരെയുള്ള സംഖ്യ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ്. 4 ബൈനറി ഡിജിറ്റിനെ നമ്മൾ ചുരുക്കിയ ബിറ്റ് എന്ന് പറയും. അപ്പം 4 ബിറ്റിൽ 1 മുതൽ 16 വരെയുള്ള സംഖ്യകൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് കാണാതെ ഓർത്തിരിക്കുന്നത് വളരെ എളുപ്പമായിരിക്കും മറ്റ് കണക്കുകൾ ചെയ്യാനായിട്ട്. 000 ഇപ്പോൾ 0000 ആണെങ്കിൽ ഇപ്പോഴത്തെ 0, 0001 ആണെങ്കിൽ 1, 0010 ആണെങ്കിൽ 2, 0011 ആണെങ്കിൽ 3, 0100 ആണെങ്കിൽ 4. ഇപ്പോൾ 4 എന്ന് പറഞ്ഞാൽ 100 ആണ്. ലെഫ്റ്റിലേക്കുള്ള 0യ്ക്ക് വിലയില്ല. ഈ 01 നാലാമത്തെ എക്സാമ്പിൾ, 4th എക്സാമ്പിൾ 0100 ആണെങ്കിൽ അത് 4 ആണ്. അല്ലെങ്കിൽ 100 ആണെങ്കിൽ 4 ആണ്. റൈറ്റിലുള്ള 0യ്ക്ക് വിലയുണ്ട്, ലെഫ്റ്റിലുള്ള 0യ്ക്ക് വിലയില്ല. അടുത്തത് 0101 അത് 5 ആണ്. ആ 0110 ഈക്വൽ 6 ആണ്. നമ്മൾ നേരത്തെയുള്ള എക്സാമ്പിൾ വെച്ച് ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി. അതായത് ഈ 6ാമത്തെ എക്സാമ്പിൾ നോക്കിയേ, 0110 0 into 2 raised to 3 plus 1 into 2 raised to 2 plus 1 into 2 raised to 1 plus 0 into 2 raised to 0. That is 6. So when we can write in this manner, 8, 9, 10. 10, you look, 10 is decimal 10 is equal to 1010 to the base 2. അപ്പോൾ ഈ ബൈനറിയിൽ 1010 എന്ന് പറഞ്ഞാൽ ഡെസിമൽ 10 ആണ്. പിന്നെ 11, പിന്നെ 12, 13, 14, 15 വരെ എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ 0 മുതൽ എഴുതാൻ വേണമെങ്കിൽ 0 മുതൽ 15 വരെ എഴുതിയാൽ നമുക്ക് ആ 15 ആകുമ്പോഴാണ് എല്ലാ ഡിജിറ്റുകളും ബൈനറിയിൽ 1111 എന്നാകുന്നത്. ഇപ്പോൾ 1111 to the base 2 is 15. എക്സ്പാൻഡ് നോക്കിക്കൊള്ളുക. 1 into 2 raised to 3 plus 1 into 2 raised to 2 plus 1 into 2 raised to 1 plus 1 into 2 raised to 0. അത് 15 ആണ്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എഴുതാം. അപ്പോൾ ഈ 0 മുതൽ 0 വിചാരിച്ചോളൂ, 0 എന്ന് വെച്ചാൽ 0000 0 മുതൽ 15 വരെയുള്ള ഡെസിമൽ നമ്പേഴ്സിനെ ആ ലെഫ്റ്റിൽ കാണുന്ന രീതിയിൽ 4 അക്ക രീതിയിൽ നമുക്ക് ബൈനറി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. All numbers given in the right side are decimal. They can be converted into equal binaries as shown on the left side in 4-digit form. To represent 15, 14, 13, 20, 11, 10, 9, 8, we need 4 digits exactly. But for 7, 6, 5, etc., we can decrease the digits. The 0 on the left side of binary has no significance. Now, next is how to convert a decimal number into binary number. എങ്ങനെയാണ് ഡെസിമലിനെ നമ്മൾ ബൈനറി ആക്കി മാറ്റുക? ആ മെത്തേഡിനെ വിളിക്കുന്ന പേര് ഡബിൾ മെത്തേഡ് എന്ന് പറയും. യു റീഡ് ഡബിൾ മെത്തേഡ്. ദാറ്റ് ഈസ് ബൈ സക്സസീവ് ഡിവിഷൻ ബൈ 2. സക്സസീവ് ഡിവിഷൻ ബൈ 2 ആ മെത്തേഡിനെ വിളിക്കുന്ന പേര് ഡബിൾ മെത്തേഡ്. ദ കൺവേർഷൻ ഓഫ് decimal number into binary can be done by a method known as double method, that is successive division by 2 method. You look here, decimal number to binary number conversion method.
Divide the decimal number successively by 2 and the remainder is 1 or 0. The remainder of each division is 1 or 0. The remainders are noted up. That's the point. The remainders are noted up. Noted up is underlined. That is important. The number obtained is the binary equivalent. തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ 2 കൊണ്ട് തുടർച്ചയായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ റിമൈൻഡർ നമുക്ക് 1 അല്ലെങ്കിൽ 0 എന്ന് കിട്ടും. ഈ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യണം. അവസാനം 0 അല്ലെങ്കിൽ 1 വരുന്നവരെ. റിമൈൻഡേഴ്സ് നമ്മൾ മേപ്പോട്ട് നോക്കണം, മേൽപോട്ട് കൗണ്ട് ചെയ്യണം. അന്നേരം കിട്ടുന്ന നമ്പറാണ് ബൈനറി ഇക്വലന്റ്. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ഡിവൈഡ് ദി ഡെസിമൽ നമ്പർ സക്സസീവ്ലി ബൈ 2 until the remainder is 1 or 0. The remainder of each division is 1 or 0. The remainders are noted up. The number obtained is the binary equivalent number. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ആയിട്ടോട് ഞാൻ കാണിച്ചിരിക്കുകയാണ്. എക്സാമ്പിൾ നോക്കുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യം മനസ്സിലാകുക. കൺവേർഷൻ ഓഫ് 14 ഇൻറ്റു ബൈനറി. ഈ 14 ഡെസിമൽ നമ്പറാണെന്ന് വിചാരിക്കണം, അതിനെ ബൈനറി ആക്കിയാണ്. അപ്പോൾ 14 നമ്മൾ നേരത്തെ പറഞ്ഞു, അത് 1110 ആണ് നേരത്തെ എഴുതിയിട്ടുണ്ട്. കാരണം 1110 എന്ന് പറഞ്ഞാൽ 1 × 2⁵ പ്ലസ് 1 × 2⁵2 പ്ലസ് 1 × 2⁵1. ദാറ്റ് ഈസ് 8 + 4 + 2 ആണ്. അത് 14 ആണ്. അപ്പോൾ 14നെ നമ്മൾ ബൈനറി ആക്കി മാറ്റുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഹിയർ വി ഷോ how the number 14 decimal is converted into binary number. ആ 14 കൊണ്ട് എഴുതണം, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2 കൊണ്ട് ഇവിടെ നമുക്ക് 7 എന്ന് കിട്ടും, റിമൈൻഡർ 0 കിട്ടും. ആ റിമൈൻഡർ ആ 14 നേരെ കൊണ്ട് എഴുതുക. 14 നേരെ അല്പം മാറ്റിക്കൊണ്ട് എഴുതണം, ആ കാണുന്ന പോലെ. ചില ബുക്കിനകത്ത് ഈ താഴെ എഴുതും. താഴെ എഴുതിയാൽ നമുക്ക് അല്പം കൂടി നോക്കിയെടുക്കാൻ ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ട് ആ ഡിവിഷൻ നേരെ കൊണ്ട് എഴുതിയാൽ മതി. ചില ടെസ്റ്റിനകത്ത് ഇത് 14 റിമൈൻഡർ 0 എന്നുള്ള താഴെ കാണിക്കും, കുറച്ചുകൂടി താഴെ കാണിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ നോട്ട് ചെയ്യാൻ അത്ര ഈസി അല്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് നോട്ട് ചെയ്യുക. 14 2 കൊണ്ട് ഭാഗിച്ചാൽ 7 കിട്ടും. അപ്പോൾ 14 നേരെ റിമൈൻഡർ എഴുതണം. കൃത്യമായിട്ട് അടങ്ങുമല്ലോ, റിമൈൻഡർ ഇല്ല. 7നെ ഭാഗിക്കണം. 7നെ ഭാഗിക്കുമ്പോൾ 7-നകത്ത് കൃത്യം അടങ്ങത്തില്ല, അത് നമുക്ക് 3 പ്രാവശ്യം അടങ്ങുള്ളൂ. 3 × 2 6. അപ്പോൾ റിമൈൻഡർ വരും. ആ 1 അവിടെ കാണിക്കുക. പിന്നെ 3 ഉണ്ട്, 3 2 കൊണ്ട് ഹരിക്കുക. 1 പ്രാവശ്യം അടങ്ങുള്ളൂ, റിമൈൻഡർ 1 വരും. ആ റിമൈൻഡർ സൈഡിൽ കാണിക്കുക, ആ 1 പ്രാവശ്യം എന്നുള്ളത് താഴെ കാണിക്കുക. അപ്പോൾ താഴെ ഈ 1 എത്തിക്കഴിഞ്ഞാൽ ഡിവിഷൻ തീർന്നു, അല്ലെങ്കിൽ 0 എത്തിക്കഴിഞ്ഞാൽ ഡിവിഷൻ തീർന്നു. അപ്പോൾ അത് ഈ കാണുന്ന റിമൈൻഡേഴ്സ് എല്ലാം മേപ്പോട്ട് നോട്ട് ചെയ്യണം. അതിനാണ് ആരോ ഇട്ടിരിക്കുന്നത്. നോക്കിയേ, ഒരു ആരോ നമ്മൾ ഇട്ടിട്ടുണ്ട് മേൽപോട്ട്. അപ്പോൾ ആരോ നോക്കിയിട്ട് മേപ്പോട്ട് കൗണ്ട് ചെയ്യണം. അപ്പോൾ 1 1 1 0 താഴത്ത് നിന്ന് എടുക്കണം കേട്ടോ. താഴെ അവസാനം കിട്ടുന്ന ആ റിമൈൻഡർ തൊട്ട് കൂട്ടണം. 1 1 1 0 അതാണ് ബൈനറി. അപ്പോൾ എങ്ങനെയാണ്? ഡിവൈഡ് സക്സസീവ്ലി ബൈ 2 and the final value is 1 or 0. The remainders are noted up. അപ്പോൾ അത് കൂടുതൽ എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാകും. ഇവിടേക്ക് ഞാൻ കൂടുതൽ എക്സാമ്പിൾ ഇവിടെ ചെയ്തിരിക്കുകയാണ്. കൺവേർട്ട് 22 to the base 10 into binary. അപ്പോൾ 22 എഴുതി, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടി. പിന്നെ നമുക്ക് 11 വരും. 11 കൃത്യമായിട്ട് അടങ്ങുന്നതുകൊണ്ടാണ് 0 വരുന്നത്. 11-നകത്ത് കൃത്യമായിട്ട് അടങ്ങില്ല, അതുകൊണ്ട് നമുക്ക് 5 പ്രാവശ്യം 1 എന്ന് എഴുതണം, റിമൈൻഡർ. പിന്നെ 5 അതിനകത്ത് അടങ്ങില്ല, 2 കിട്ടും, 1 റിമൈൻഡർ. 2-നകത്ത് 1 പ്രാവശ്യം അടങ്ങും, 1 എഴുതി 0. റിമൈൻഡേഴ്സ് ആർ നോട്ടഡ് അപ്പ്. മേപ്പോട്ട് വായിക്കണം. അപ്പോൾ 1 0 1 1 0 22. therefore 22 to the base 10 is 1 0 1 1 0 to the base 2. 5 അക്കം വേണം. ഈ 15 കഴിഞ്ഞുള്ള എല്ലാ സംഖ്യകളും റെപ്രസെൻ്റ് ചെയ്യാൻ 5 കൂടുതൽ അക്കങ്ങൾ വേണം. 15 വരെ നമുക്ക് 4 അക്കത്ത് നിർത്താം. അപ്പോൾ ആദ്യത്തെ എഴുതുമ്പോൾ 0 0 ലെഫ്റ്റിലേക്ക് ഇടണം. ഇനി അടുത്തത് കൺവേർട്ട് 189 to the base 10 into binary. 189നെ ബൈനറി ആക്കുക. അപ്പോൾ ഇതൊരു വലിയൊരു സംഖ്യയാണ്, നമുക്ക് ഡിവിഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അത് 189/2. അപ്പോൾ അത് 94 പ്രാവശ്യം അടങ്ങും, വളർന്ന് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഭാഗ്യം അറിയാൻ പറ്റില്ലെങ്കിൽ, ഇപ്പം നിങ്ങൾ മനക്കണക്കൊന്നും ചെയ്ത് പഠിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് ഡിവിഷൻ പാടായിരിക്കും. അതുകൊണ്ട് ഒരു കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. ഇപ്പോൾ 189.1
189/2 എടുക്കുമ്പോൾ 94.5 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ ആ 94 അങ്ങോട്ട് എഴുതിയാൽ മതി. ഈ 0.5 വരുന്ന റിമൈൻഡർ വേണമെന്ന് അർത്ഥം. അങ്ങനെ കാൽക്കുലേറ്റർ കൊണ്ട് പെട്ടെന്ന് ചെയ്ത് പോവുക. അല്ല ചിലർക്ക് ഇങ്ങനെ നേരിട്ട് മനക്കണക്ക് കൂട്ടാനായിട്ട് പ്രയാസമായിരിക്കും. കാരണം പണ്ടത്തെ ആൾക്കാരെ പോലെ ഇപ്പോഴത്തെ ആൾക്കാർ മനക്കണക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ 94 നമ്മൾ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 47 കൃത്യമായിട്ട് കിട്ടും. റിമൈൻഡർ 0 ആണ്. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് അവസാനം 1 റിമൈൻഡർ അതുവരെ ചെയ്യുക. അപ്പോൾ സൈഡ് 0 വരും. ഇതെല്ലാം ആര് നോക്കും? പേപ്പർ വായിക്കണം. സോ 189 is equal to 10111101 നിങ്ങൾക്ക് തിരിച്ചെഴുതി നോക്കാതെ ഇത് കൺവേർട്ട് ചെയ്യാവേ. ഈ 10111101 ഒന്ന് കൂട്ടി നോക്കിക്കൂടാ. അത് 1 എത്ര അക്കങ്ങളുണ്ട്? 2, 4, 6, 8 അക്കമുണ്ട്. അപ്പോൾ 1 × 2⁻7 + 0 × 2⁻6 + 1 × 2⁵5 അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കൂട്ടി നോക്കിയാൽ ഈ 189 കിട്ടും. ഇനി ഇവിടെ ഹോംവർക്ക് ഉണ്ട്. ഹോംവർക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ വർക്ക് ഹോം ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഹോംവർക്കിന് അർത്ഥമില്ല. ഹോംവർക്ക് നമ്മളെല്ലാ ക്ലാസ്സും പിന്നെ ഹോമിലാണല്ലോ. കൺവേർട്ട് ഇൻറ്റു ബൈനറി നമ്പർ 1 190 to the base 10, 203 to the base 10, 17 to the base 10, 1093 to the base 10. ഇപ്പോൾ ഹോംവർക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതാണ്. എങ്കിലും ഞാനിവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കി മനസ്സിലാക്കിയാൽ മതി. അതിന് എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ 190 2 കൊണ്ട് ഹരിച്ചു 95 പ്രാവശ്യം 95 times 0 റിമൈൻഡർ again 2 47 1 റിമൈൻഡർ continued until file value is 1. So the remainders are noted up. The answer is 190 to the base 10 is 10111110 to the base 2. അതുപോലെയാണ് ബാക്കിയെല്ലാം നിങ്ങൾ എഴുതിയെടുക്കുക. എന്നിട്ടൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. കണക്ക് പഠിക്കാനായിട്ട് കണക്ക് ചെയ്യണം. അങ്ങനെയാണ്. ടു ലേൺ മാത്തമാറ്റിക്സ് ഡു മാത്തമാറ്റിക്സ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എല്ലാം തനിയെ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൺവേർഷൻ ഓഫ് ഡെസിമൽ ഫ്രാക്ഷൻ ഇൻറ്റു ബൈനറി. അതായത് ഈ ഇപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് ഹോൾ നമ്പേഴ്സ് നമ്മൾ ചെയ്തത്. ഇനി ഡെസിമൽ ഫ്രാക്ഷൻ ഉണ്ട്, ദശാംശമുണ്ട്. ദശാംശം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ദശാംശം ഈ ഡെസിമൽ ദശാംശ സംഖ്യകൾ ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബൈനറി ആക്കുക? അതിൻ്റെ മെത്തേഡ് പറയാൻ പോകുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചത് ഈ ഡെസിമൽ നമ്പേഴ്സ് ഹോൾ നമ്പേഴ്സ് അതിനെ ബൈനറി ആക്കുന്നതാണ്. ഇവിടെ ദശാംശ സംഖ്യകൾ ഫ്രാക്ഷൻസിനെ ബൈനറി ആക്കുന്നതാണ് പറയാൻ പോകുന്നത്. For this, multiply the fraction successively by 2 until the fractional part of the product is 0, 0. The integral part of each product is either 1 or 0 and they are noted down. നേരത്തെ നോട്ടഡ് അപ്പ് ആയിരുന്നു. ഇവിടെ നോട്ടഡ് ഡൗൺ ടു ഒബ്റ്റൈൻ the binary number. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഈ ദശാംശ സംഖ്യയാണെങ്കിൽ നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. ഗുണിച്ചിട്ട് അതിൽ ആ പൂർണ്ണസംഖ്യകൾ നോട്ട് ചെയ്യണം. ഗുണിച്ച് കിട്ടുന്ന സംഖ്യയിൽ ഇൻ്റഗ്രൽ പാർട്ട് നോട്ട് ചെയ്യണം. ഡെസിമൽ പാർട്ടിനെ വീണ്ടും വീണ്ടും ഗുണിക്കണം. അവസാനം 0 കിട്ടുന്നത് വരെ ആ പോയിന്റ് കഴിഞ്ഞാൽ 0 കിട്ടുന്നവരെ ഗുണിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് ഈ കിട്ടിയ റിമൈൻഡേഴ്സ് എല്ലാം കിഴിപ്പോട്ട് നോക്കണം. ആരോ നോക്കി താഴോട്ട് മാർക്കാണ് ആരോ. അപ്പോൾ എക്സാമ്പിളായിട്ട് വന്നിരിക്കുന്നത് 0.65 to the base 10 ആണ്. ദശാംശ സംഖ്യയാണ്. അതിനെ നമ്മൾ ബൈനറി ആക്കിയാണ്. ആദ്യം 2 കൊണ്ട് ഗുണിക്കുക. മൾട്ടിപ്ലൈ ബൈ 2. ദ ആൻസർ ഇസ് 1.25. ഇൻ്റഗ്രൽ പാർട്ട് ആ പൂർണ്ണസംഖ്യ ഭാഗം അത് 1 ആണ്. അത് അല്പം മാറ്റി ഈ കാണുന്ന പോലെ നോട്ട് ചെയ്യണം. നേരെ നോട്ട് ചെയ്യണം. ഇനി ഇതിൽ ഈ ഡെസിമൽ പാർട്ട് എടുക്കണം. 0.25 into 2 0.50
integral part is 0. That you note, 0. Then you take the decimal part, 0.50. Multiply it by 2, we get 1.00. If the integral part is 1 and decimal part is 0, so the multiplication is over. We stop the multiplication and note the remainders downward, noted down. So we get 101, 0.101. When you write a decimal number, you have to put a point. Here 0.65 decimal point, 0.101 binary point. Thus, we can convert a decimal fraction into binary fraction by successive multiplication by 2 and noting the integral part of each multiplication. അപ്പോൾ ഈ എക്സാമ്പിളിൽ ഒരു പ്രത്യേകത ഉണ്ട്, ഈ 0.65 ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 101 എന്ന് കിട്ടും. അത് കീഴ്പോട്ട് വായിക്കേണ്ടത്, മേപ്പോട്ട് വായിച്ചതിന് ഇവിടെ കിട്ടും, ഈ കണക്കിന് മാത്രം. പക്ഷെ കീഴ്പോട്ട് വായിക്കണം. മറ്റേ നേരത്തെയുള്ള പ്രവർത്തനത്തിൽ നമ്മൾ മേൽപോട്ടാണ് റിമൈൻഡേഴ്സ് വായിച്ചത്. ഇവിടെ കിട്ടുന്ന ആ ഇൻ്റഗ്രൽ പാർട്ടെല്ലാം താഴോട്ട് വേണം വായിക്കാൻ. അത് പ്രത്യേകം ഓർത്തിരിക്കണം. ആര് നോക്കണേ? And we continue these examples in the next class. And this is the first part, first lecture of our paper 4. Thank you very much.